പിണറായി വിജയൻ തീവെട്ടിക്കൊള്ള നടത്തുമ്പോൾ അതിന്റെ അരികുപറ്റി ഒരു മെഴുകുതിരി വെളിച്ചത്തിലെങ്കിലും കൊള്ള നടത്തിയില്ലെങ്കിൽ കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്തിന് കഴിയില്ല. ഇവിടെ അവരുടെ വീട്ടിലെ കുട്ടികളല്ലല്ലോ മരിച്ചത്, സാധാരണക്കാരായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിലെ കുട്ടിയാണ് മരണപ്പെട്ടത്. വളരെയധികം വേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇവിടെ തെരുവുനായ്ക്കളെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത സ്ഥലത്ത് സമസ്ത മേഖലയിലും ഈ ഗവൺമെന്റും ത്രിതല പഞ്ചായത്ത് കടക്കാവൂർ ത്രിതല പഞ്ചായത്ത് സംവിധാനവും പൂർണ്ണ പരാജയമാണ്. നമസ്കാരം. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം മിസ്മാനേഴ്സിൽ കൂടെയും വേറെ ചാനലിൽ കൂടെയൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഉന്നയിച്ച വിഷയങ്ങളൊക്കെയാണ്. അതായത് ഈ പറയുന്ന ആയുർവേദ ഹോസ്പിറ്റലിലെ വിഷയങ്ങൾ, തെരുവ് നായ്ക്കളുടെ വിഷയങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ കൂടി ഞങ്ങൾ വാർത്ത ചെയ്തു. കാരണം ഒരു തെരുവ് നായ കാരണം 11 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടി മരിക്കേണ്ട അവസ്ഥയുണ്ടായി. നമ്മളെല്ലാം വാർത്ത ചെയ്തു. ഇപ്പോൾ എന്തായാലും അതിനെതിരെയൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. നിരവധിയായ വിഷയങ്ങളാണ് എടുത്തു കാണിക്കുവാനായിട്ടുള്ളത്. നമ്മുടെ പ്ലാൻ ഫണ്ടുകൾ അടക്കം വെട്ടിക്കുറച്ചു. പഞ്ചായത്ത് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ സഹായം വേണം. ആ സംസ്ഥാന സർക്കാരിന്റെ സഹായം എല്ലാ പഞ്ചായത്തുകളുടെയും കഴുത്തു ഞെരിക്കുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിച്ചു. എന്നാൽ പിണറായി വിജയൻ തീവെട്ടിക്കൊള്ള നടത്തുമ്പോൾ അതിന്റെ അരികുപറ്റി ഒരു മെഴുകുതിരി വെളിച്ചത്തിലെങ്കിലും കൊള്ള നടത്തിയില്ലെങ്കിൽ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന ഭരണകൂടത്തിനൊപ്പം പിടിക്കാൻ കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്തിന് കഴിയില്ല എന്നുള്ളത് കൊണ്ട് അവിടെ ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചെറിയ ആശാന്മാർ അത്തരത്തിലുള്ള ചെറിയ വിക്രിയകളും കാണിച്ച് തട്ടിപ്പ് നടത്തി അവർ ഉപജീവനം നടത്തുന്ന അവസ്ഥാവിശേഷമാണ് വന്നു ചേർന്നത്. ഈ പറയുന്ന തെരുവ് നായ്ക്കളുടെ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ വാർത്ത ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല അല്ലേ? അതെ, ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് അധികാരികൾ ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നേ നോക്കി പല്ലിളിക്കുന്ന അവസ്ഥാവിശേഷമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവിടെ അവരുടെ വീട്ടിലെ കുട്ടികളല്ലല്ലോ മരിച്ചത്, സാധാരണക്കാരായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിലെ കുട്ടിയാണ് മരണപ്പെട്ടത്. വളരെയധികം വേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ സ്കൂളിൽ, എൻ്റെ മുന്നേ കാണുന്ന ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, അതിൻ്റെ അച്ഛനും അമ്മയും അയൽപക്കത്തുള്ള ഒരു മത്സ്യത്തൊഴിലാളിയുമായി യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ തെരുവ് നായ എടുത്ത് കുറുക്കിന് ചാടുന്നത്. ആ സമയത്ത് തന്നെ ആ പട്ടിയെ രക്ഷിക്കാനായിട്ട് ഈ അച്ഛൻ ശ്രമിക്കുന്നു. ഈ കുട്ടി വണ്ടിയിൽ നിന്ന് തെറിച്ച് തലയിടിച്ച് നിലത്തേക്ക് വീഴുന്നു. രക്തം വാർന്ന ആ കുട്ടി തൽക്ഷണം മരണപ്പെടുന്ന അവസ്ഥാവിശേഷമാണ് വന്നത്. ഇത് ഈ നാടിൻ്റെ ഒരു വലിയ കടുത്ത ദുര്യോഗമാണ്. ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു പദ്ധതിയും ഈ പഞ്ചായത്ത് ഭരണകൂടം ചെയ്തിട്ടില്ല. ഇത്രയും മനുഷ്യത്വപരമായിട്ടല്ല ഈ ഭരണകൂടം. വണ്ടി രാത്രി ഓടിക്കാൻ പറ്റില്ല, പിറകെ ഓടാൻ പറ്റില്ല. നിരവധി ആൾക്കാർ, ഇവിടുത്തെ ഈ ധർണയിൽ പങ്കെടുക്കുന്ന നിരവധി ആൾക്കാർക്ക് പോലും അപകടം പറ്റിയിട്ടുണ്ട്. അവരുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, അവരുടെ പല്ല് പോയിട്ടുണ്ട്, അവരുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് അവരുടെ ജീവൻ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനു മുന്നേ തന്നെ ഇവിടെ ഒരു പയ്യൻ, നമ്മുടെ 11-ാം വാർഡിൽ താമസിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ 4-5 വർഷത്തിന് മുന്നേ മരണപ്പെട്ടു. ഏകദേശം 10-30 ദിവസം സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. ഏകദേശം ആ കുടുംബം 10-20 ലക്ഷം രൂപ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ചിലവാക്കിയിട്ട് ആ പയ്യൻ്റെ ജീവൻ പോലും നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു പട്ടിയാണ് അതിന് കാരണമായി മാറിയത് ഈ തെരുവ്. ഒരു കാര്യം പറയട്ടെ, കാരണം വെച്ചാൽ ഈ വാക്സിൻ എന്നുള്ള സാധനം, ഈ വാക്സിൻ ഇപ്പോൾ പേപ്പട്ടി കടിച്ചാൽ പോലും ഈ പറയുന്ന വാക്സിൻ എടുത്തിട്ട് മരിച്ചു, ഇന്നലെ മരിച്ചു. അത് മാത്രമല്ല, ഈ പട്ടിയെ കൊണ്ട് വന്ധ്യംകരിക്കുന്നു പറയുന്നു. എവിടെ വന്ധ്യംകരിക്കുന്നു? റോഡിൽ എഴുതാൻ പറ്റുമോ കേട്ടോ? നിങ്ങൾ പറഞ്ഞതുപോലെ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ ഒട്ടനവധി നമ്മുടെ പ്രദേശങ്ങളിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഗവൺമെൻറ് പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു നമ്മുടെ ആരോഗ്യ മേഖല. എന്നാൽ ആരോഗ്യ മേഖലയിൽ സാധാരണക്കാർക്ക് വിശ്വാസം ഇല്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പേപ്പട്ടി കടിച്ചാൽ അതെടുക്കുന്ന വാക്സിൻ ഉപയോഗിക്കുന്ന ആളുകൾ വീണ്ടും മരണപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിത്യസംഭവമായിരിക്കുക. ഇവിടെ തെരുവുനായ്ക്കളെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത സ്ഥലത്ത് സമസ്ത മേഖലയിലും ഈ ഗവൺമെൻറ്റും ത്രിതല പഞ്ചായത്ത് കടക്കാവൂർ ത്രിതല പഞ്ചായത്ത് സംവിധാനവും പൂർണ്ണ പരാജയമാണ്. അതിനെതിരെ ഒട്ടനവധി സമരങ്ങൾ സംഘടിപ്പിക്കുവാൻ നടത്തിക്കൊണ്ടുവരികയാണ് ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ പ്രതിഷേധം. നമ്മൾ എത്ര നിലവിളിച്ചാലും, എത്ര അപലപിച്ചാലും, എത്ര കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലും പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന നഗ്നമായ സത്യം നമ്മുടെ മുന്നിൽപ്പുണ്ട്. ഞാൻ എപ്പോഴും വാർത്തയിൽ പറയും പോലെ ചൂണ്ടിക്കാണിക്കാതെ നമുക്കറിയൂ പരിഹാരം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. സംസ്ഥാന സർക്കാരെ കണ്ണു തുറക്കൂ. വിശ്വാസ ക്യാമറ അനീഷ് മംഗലാപുരത്തിനൊപ്പം സീറ്റ് സൈനിക.